രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നുണ്ടായേക്കും. ബാംഗ്ലൂർ സൌത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമായതിനാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് രാഹുൽ ഇന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ല എങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം രാഹുൽ നേതാക്കളെ അറിയിക്കുമെന്നാണ് സൂചന. വിശദാംശങ്ങൾ നൽകാൻ ശരത് ചേരുകയാണ്. ശരത്, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച 4ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമാണ്. എന്നാൽ ബാംഗ്ലൂർ സൌത്തിൽ നിന്ന് പ്രധാനമന്ത്രി മത്സരിക്കുന്നില്ല എന്നുള്ള സ്ഥിരീകരണം മറ്റൊരു ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിനുള്ളിലെ എഐസിസിയിലെ നീക്കങ്ങൾ ഏതു തരത്തിലായിരിക്കും? ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? ശരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച 4ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാംഗ്ലൂർ സൌത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമായതിനാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് രാഹുൽ ഇന്ന് തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. ബാംഗ്ലൂർ സൌത്തിൽ ബിജെപി സ്ഥാനാർത്ഥി തേജസ്വി സൂര്യയെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ല എങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം രാഹുൽ നേതാക്കളെ അറിയിക്കുമെന്നാണ് സൂചന. വിശദാംശങ്ങൾ നൽകാൻ ശരത് ചേരുകയാണ്. ശരത്, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ 4 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ബാംഗ്ലൂർ സൌത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് പകരം തേജസ്വി സൂര്യയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എഐസിസിയിലെ നീക്കം ഏതു തരത്തിലായിരിക്കും? ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമോ? ക്രിസ്ത്യൻ, നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം 4ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകാനെന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള ഒരു നീക്കമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന്റെ ഭാഗമായി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എഐസിസി ആലോചിച്ചത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചയോടുകൂടി ബിജെപിയുടെ 9ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാംഗ്ലൂർ സൌത്ത് മണ്ഡലത്തിൽ തേജസ്വി സൂര്യയാണ് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ബിജെപിയുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്നുള്ള നിലയിൽ ബാംഗ്ലൂർ സൌത്ത് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. അവിടെ മരണപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയായ അനന്ത്കുമാർ ഹെഗ്ഡേക്ക് പകരമായി അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി അവിടെ പരിഗണിക്കാമെന്നുള്ള രീതിയിലേക്ക് ബിജെപിയുടെ ചർച്ചകളൊക്കെ തന്നെ നീങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ഏത് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള സാധ്യതകളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു തീരുമാനം ഏതായാലും എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിക്ക് മറുപടിയായിക്കൊണ്ട് രാഹുൽ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ായിരുന്നു ആലോചന ഉണ്ടായത് എന്നാണ് എഐസിസി സൂചിപ്പിക്കുന്നത്. ഇനി ഏതായാലും ആ ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഉടൻ നീക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും ഇനി രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സമ്മർദ്ദം കേരളത്തിൽ നിന്നും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശക്തമാക്കുമ്പോൾ പോലും മറ്റ് സംസ്ഥാന അംഗങ്ങളും ഉൾപ്പെടെ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇനി വയനാട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലിന് തീരുമാനമെടുത്തേ മതിയാകുകയുള്ളൂ. കാരണം രാഹുൽ നിലവിലെ സാഹചര്യത്തിൽ വയനാട് പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു പ്രചരണായുധമായി ബിജെപി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉടൻ ഒരു തീരുമാനം രാഹുൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ല എങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ലാത്ത സാഹചര്യമാണ് എങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം രാഹുൽ ഗാന്ധി നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും രാജസ്ഥാനിലെ വിവിധ പൊതുപരിപാടികളിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. അതിനിടയിൽ തന്നെ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരത്, അതേസമയം 12ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയുമില്ല. അതോടൊപ്പം തന്നെ കർണാടകയിൽ മത്സരിക്കാൻ രാഹുലിന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുലിന്റെ സാഹചര്യം ഒരുക്കാമെന്ന് കർണാടക പ്രദേശ് കമ്മിറ്റിയും
ഇത്തരത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനം അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ സംഭവിച്ചതുപോലെ ടി സിദ്ദിഖിനെ പിൻവലിച്ച അതേ ഒരു സാഹചര്യം തന്നെയാകുമോ ഉണ്ടാകുക? പ്രത്യേകിച്ച് ടി സിദ്ദിഖ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സജീവമായി എല്ലാ കൺവെൻഷനുകളും പങ്കെടുക്കുന്ന സാഹചര്യം. സ്ഥാനാർത്ഥി നിന്ന് പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും സ്ഥാനാർത്ഥി അദ്ദേഹം എന്ന പ്രതീതി ജനിപ്പിക്കും വിധം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോൾ രാഹുൽ ഇനിയും ഒരു കർണാടകത്തിലേക്ക് ചേക്കേറുന്ന ഒരു തീരുമാനമാകുമോ ഇനി ഉണ്ടാവുക? മൗനത്തെ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? കൃഷ്ണൻ, നിലവിലെ സാഹചര്യത്തിൽ ഇത് രാഹുലിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് രാഹുൽ ആദ്യം തീരുമാനമെടുക്കണം. അതിനുശേഷം എവിടെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കണം. ഏതായാലും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളത് കർണാടകയിലെ ഏതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. നേരത്തെ കർണാടക PCC അധ്യക്ഷനായ ദിനേശ് ഗുണ്ടുറാവ് വ്യക്തമാക്കിയതും എവിടെയാണോ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ താല്പര്യം അവിടെ അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തങ്ങൾ തയ്യാറാകും എന്നുള്ളതായിരുന്നു. ആ സ്ഥാനാർത്ഥിയോടും ഇക്കാര്യം തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുമെന്നുൾപ്പെടെ ദിനേശ് ഗുണ്ടുറാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ മത്സരവും അതുപോലെ തന്നെ എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. ആ കാര്യത്തിൽ രാഹുൽ എന്ത് നിലപാടെടുക്കും, അതായത് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് രാഹുൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. മുതിർന്ന നേതാക്കന്മാരോടോ തന്റെ അടുപ്പക്കാരായ നേതാക്കന്മാരോടോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു നിലപാട് മനസ്സ് തുറക്കൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഒരു മാറിയ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാംഗ്ലൂർ സൗത്തില് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇനിയും ഈ ഇത്തരത്തിൽ തീരുമാനം നീട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഒരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കാര്യമായ ഒരു കാലതാമസം വരുത്താതെ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച 4ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമാണ്. ഇനിയും തീരുമാനമായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും ശരത്താണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മന്ദബുദ്ധികളാകരുതെന്ന് കെ രാമചന്ദ്രൻ മാസ്റ്റർ. രാഹുൽ ഗാന്ധി വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമെന്ന് പറയാൻ നേതാക്കൾ തമ്മിൽ മത്സരം നടത്തിയ പശ്ചാത്തലത്തിലാണ് കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഖിലേന്ത്യാ തലത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്തി മാത്രമേ രാഹുൽ തീരുമാനമെടുക്കൂവെന്നും രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള ആരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കരുതെന്നും രാമചന്ദ്രൻ മാസ്റ്റർ ഫേസ്ബുക്കിൽ കുറിച്ചു. ബിജെപി സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് നിഷേധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം. കാൺപൂരിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തീരുമാനം. അതേസമയം ബിജെപി MP ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിലേക്കെന്നും സൂചന. ഈ മാസം അവസാനം കോൺഗ്രസിൽ ചേർന്നേക്കും. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ബിജെപിയുടെ മുതിർന്ന നേതാക്കളെ സ്ഥാപക നേതാക്കൾ അടക്കമുള്ളവർക്ക് സീറ്റ് നിഷേധിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് നിഷേധിച്ചു കാൺപൂരിൽ. അതിനോടൊപ്പം തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബിജെപിയുടെ MP ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിലേക്ക് എന്നാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് കോൺഗ്രസിന്റെ ധാരാളം നേതാക്കൾ ബിജെപിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യം. ബിജെപി കോൺഗ്രസ് ദേശീയ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കളെ കൈമാറുന്ന അല്ലെങ്കിൽ ബിജെപി കോൺഗ്രസ് നേതൃമാറ്റം അത്തരത്തിലൊരു സാഹചര്യമാണോ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, വലിയ കലാപത്തിനാണ് ഇപ്പോൾ BJPയിൽ തുടക്കമിട്ടിരിക്കുന്നത്. മോദിയുടെയും അമിത്ഷയുടെയും അപ്രമാദിത്വം. ഈ അപ്രമാദിത്വത്തിലാണ് BJPയുടെ സ്ഥാപക അംഗങ്ങളെ പോലും സീറ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഇരുവരും ചേർന്ന് LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരാണ് BJP സ്ഥാപിച്ചതും BJPയെ വളർത്തിയെടുത്തതും. എന്നാൽ ഇപ്പോൾ മോദി അമിത്ഷാ രംഗത്തെത്തിയതോടുകൂടി ഇരുവർക്കും അത്ര തൽപരരല്ല അദ്വാനി, മുരളി മനോഹർ ജോഷി. 2014 LK അദ്വാനിക്ക് അദ്ദേഹത്തെ മത്സരിക്കുന്ന അതേ സീറ്റ് തന്നെ ഗുജറാത്തിൽ നൽകിയെങ്കിലും മുരളി മനോഹർ ജോഷി അന്ന് മാറ്റിയിട്ടാണ് വാരണാസിയിൽ നരേന്ദ്രമോദി എത്തിയത്. എന്നാൽ ഇപ്രാവശ്യമാവട്ടെ രണ്ടുപേർക്കും പൂർണ്ണമായും സീറ്റ് തന്നെ നിഷേധിച്ചു. ഇതിനെതിരെ മുരളി മനോഹർ ജോഷി അദ്ദേഹത്തിന് സിറ്റിംഗ് MP ആയ കാൺപൂരിലെ വോട്ടർമാർക്കായി എഴുതിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നോട് BJP ജനറൽ സെക്രട്ടറി രാംലാൽ പറഞ്ഞത് പ്രകാരം താൻ സ്ഥാനത്ത് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന്. നേരത്തെ രാംലാൽ മുരളി മനോഹർ ജോഷിയോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിത്വം നിന്ന് പിന്മാറാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല.
മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ സംസാരിക്കാം, എന്തിനവർ തന്നെ ഫേസ് ചെയ്യാൻ മടിക്കുന്നു എന്നായിരുന്നു രാംലാലിനോട് മുരളി മനോഹർ ജോഷി പൊട്ടിത്തെറിച്ചത്. ഈ വിവരവും എന്തായാലും പുറത്തു വരുന്നുണ്ട്. LK അദ്വാനിയും ഇതേ രീതിയിൽ തന്നെ നേതാക്കളോട് കലഹിക്കുകയും ചെയ്തു. പക്ഷെ കലഹിച്ചിട്ടും കാര്യമില്ല. സീറ്റ് പ്രഖ്യാപിച്ചപ്പോഴേക്കും ഇരുവർക്കും സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ പട്നയിലെ സിറ്റിംഗ് MPയായ ശത്രുഘ്ൻ സിൻഹയ്ക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല. ഇതിനെതിരെ ശത്രുഘ്ൻ സിൻഹ വലിയ പ്രതിഷേധിച്ചു. നേരത്തെ തന്നെ വിമത നേതാവായി നരേന്ദ്രമോദിയോട് കലഹിച്ചു നിൽക്കുന്ന നേതാവ് കൂടിയാണ് ശത്രുഘ്ൻ സിൻഹ. അതുകൊണ്ടാണ് സീറ്റ് നൽകാത്തത്. ഇത്തവണ ശത്രുഘ്ൻ സിൻഹ കോൺഗ്രസിൽ ചേരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രത്യേകിച്ച് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രചാരക സമിതിയുടെ ചെയർമാനും രാജ്യസഭാ MPയുമായ അഖിലേഷ് പ്രസാദ് സിംഗ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. ശത്രുഘ്ൻ സിൻഹ 28, 29 തീയതികളിൽ ഡൽഹിയിൽ ഉണ്ടാകും. അന്ന് കോൺഗ്രസിലേക്ക് ചേരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശത്രുഘ്ൻ സിൻഹ എന്നോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ നിലവിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും സന്തോഷാണ്. BJPയുടെ സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിക്ക് സീറ്റ് നിഷേധിച്ചതിൽ പരിഭവം പരസ്യമായി തന്നെ വെളിപ്പെടുത്തി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം BJPയുടെ തന്നെ സിറ്റിംഗ് MP ശത്രുഘ്ൻ സിൻഹ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. BDJSന്റെ 3 സീറ്റുകളിൽ ഇന്ന് 11 മണിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകളിലാണ് പ്രഖ്യാപനം. തൃശൂർ സീറ്റിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പ്രഖ്യാപനം ഇന്ന് 3 പേരുടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു 11 മണിക്ക് ആലപ്പുഴ വെച്ചിട്ട്. തൃശ്ശൂരും അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തീരുമാനിക്കും. ഒന്നുമില്ല, കാര്യം കുറിച്ച് എല്ലാവരും ആലോചിക്കേണ്ട അതിന് ശേഷം ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. എല്ലാം 2 ദിവസം കഴിയുമ്പോൾ അറിയാം. ഇപ്പൊ ഇന്ന് ഏതായാലും 3 സ്ഥലത്ത് പറയുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ആലത്തൂർ, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ പിന്നെ മാവേലിക്കര, 3 സ്ഥലം. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. BDJS വരേണ്ട എല്ലാ പ്രാതിനിധ്യവും തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം ആരൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഫൈനൽ തീരുമാനം വരാനുണ്ട്. അതിപ്പം 2 ദിവസത്തിനുള്ളിൽ എടുക്കും. അതിനുശേഷം ഡിക്ലെയർ ചെയ്യും. വിശദാംശങ്ങൾ നൽകാൻ സിബി ചേരുകയാണ്. സിബി, വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എങ്കിലും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അവിടെ തുഷാർ തന്നെ രാഹുൽ ഗാന്ധിയെ നേരിടണമെന്ന ഒരു താല്പര്യം BDJSന് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സീറ്റ് BJP തന്നെ ഏറ്റെടുക്കണമെന്ന് ജില്ലാ നേതൃത്വവും നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇപ്പോൾ ഏത് തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃശൂർ സീറ്റും വയനാട് സീറ്റും ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി 3 സീറ്റുകളിലേക്ക് ഇന്ന് 11 മണിയോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് രാവിലെ ഈ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകളായിരിക്കും ഇന്ന് രാവിലെ 11 മണിയോടെ പ്രഖ്യാപിക്കുക. ബാക്കി തൃശൂർ, വയനാട് എന്നിങ്ങനെ 2 സീറ്റുകൾ പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകും. തൃശൂരിലെ കാര്യങ്ങളെല്ലാം എല്ലാവരും ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രഖ്യാപനം നടത്തൂ. അതോടൊപ്പം തന്നെ ഈ വയനാട് സീറ്റ് സംബന്ധിച്ചും 2 ദിവസത്തിന് ശേഷം മാത്രമേ പ്രഖ്യാപനം നടത്തൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് കോൺഗ്രസ് സ്ഥാനത്ത് എത്തുമോ എന്നുള്ളതാണ് BJP ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായി ഒരു ശക്തരായ BJP നേതാക്കളെ നിർത്തണമെന്നൊരു അഭിപ്രായമാണ് അവിടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ചോദ്യമാക്കി കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു കാരണത്താൽ BDJSന്റെ സീറ്റ് വിട്ടു നൽകേണ്ടതില്ല എന്നുള്ളതാണ് BDJS നിലപാട്. അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് വൈകുന്നതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരും വയനാട് സീറ്റും സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും BDJS തീരുമാനിക്കാത്തത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു നിലപാട് BJP ആവശ്യപ്പെടും. അതല്ലെങ്കിൽ BJPക്ക് തന്നെ ആ സീറ്റ് വിട്ടു നൽകേണ്ടി വരും. എന്തായാലും BDJS ആ സീറ്റ് വിട്ടു നൽകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന അഭിപ്രായവും BJP ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ BDJS പ്രഖ്യാപിക്കും. അതിനുശേഷം ബാക്കി 2 തൃശ്ശൂരും വയനാട് സീറ്റുകളും പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. ദൃഷ്ടി
സിബി, ഇപ്പോഴും തൃശൂരും വയനാടും സംബന്ധിച്ച് സസ്പെൻസ് അല്ലെങ്കിൽ അനിശ്ചിതത്വം എൻഡിഎ സംബന്ധിച്ച് തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന നേതൃത്വവും ആശങ്ക പുലർത്തുന്ന സാഹചര്യത്തിൽ അണികൾക്കും അതിൽ പ്രതിഷേധമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ പ്രതിരോധിച്ച് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുവടുറപ്പിക്കാം എന്നാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന നേതൃത്വം കരുതുന്നത്, പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ? ക്രിസ്ത്യൻ, നിലവിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BDJS വൈകുന്നതിനെതിരെ BJPക്ക് വളരെ അതൃപ്തിയുണ്ട്. BJP തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വൈകിയാണ് നടത്തിയത്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി നേരത്തെ രണ്ട് റൗണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം LDF വളരെയധികം മുന്നിലെത്തി കഴിഞ്ഞു. തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസും വൈകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിനും വൈകിയാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നാൽ BDJS ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ അതൃപ്തി ഈ കാര്യത്തിലുണ്ട്. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം വൈകുന്നതാണ് ഈ BDJSന് ഇപ്പോൾ ഈ സീറ്റ് പ്രഖ്യാപനം വൈകാൻ കാരണം. ആദ്യം തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുമെന്ന വാർത്ത വരുന്നത്. എന്നാലും അത് തന്നെയാണ് വൈകുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് വളരെ അതൃപ്തി പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് BJP തന്നെ ഈ മണ്ഡലങ്ങളിൽ വളരെ പിന്നോക്കം പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP പിന്നോക്കം പോയിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും വലിയ അതൃപ്തി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും ഇന്ന് രാവിലെ പ്രഖ്യാപിക്കും, 3 ഇടങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും ബാക്കി 2 ഇടങ്ങളിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വളരെയധികം പിന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറെ പിറകിൽ പോയതെല്ലാം തന്നെയും വളരെ വലിയ അതൃപ്തി പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായിട്ടുമുണ്ട്. ക്രിസ്റ്റി, വിശദാംശങ്ങൾ നൽകിയത് സിബിയാണ്. അതേസമയം NDA സംസ്ഥാന നേതൃയോഗം തിരുവല്ലയിൽ അല്പസമയത്തിനകം ചേരും. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്ന കാര്യത്തിലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലുമാണ് പ്രധാന ചർച്ച. അതേസമയം പ്രചരണത്തിൽ പിന്നിലാണെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. വിശദാംശങ്ങൾ നൽകാൻ ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ മാത്രമാകുമോ സജീവ ചർച്ചയാവുക? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ NDAയുടെ സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനമാണ് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ് മുഖ്യ അജണ്ട. BDJ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് ചർച്ച ചെയ്യും. 3 മണ്ഡലങ്ങളിലാണ് നിലവിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ വയനാടും തൃശ്ശൂരും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ അവിടെ മത്സരിപ്പിക്കണം എന്ന് BDJ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാകൂ എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇന്ന് തിരുവല്ലയിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നതെന്ന് വ്യക്തമായത്. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ NSSന്റെ സുകുമാരനാരുടെ ഭാര്യ മരണപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കന്മാരെല്ലാം ചങ്ങനാശ്ശേരിയിലായതിനാൽ അവരുടെ സൗകര്യാർത്ഥമാണ് ഇപ്പോൾ തിരുവല്ലയിലേക്ക് ഈ യോഗം മാറ്റിവെച്ചത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപാട് വൈകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുന്ന വിലയിരുത്തലും NDA സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഇന്ന് യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, അതായത് BJPക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഈ 2 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഇന്ന് ഈ നേതൃത്വ യോഗം തീരുമാനിക്കും. അതോടൊപ്പം തന്നെ ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പ്രചാരണായുധമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്ന് യോഗം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ എല്ലായിടത്തും കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് 2ാം ഘട്ടത്തിൽ ചൂടുറപ്പിക്കാനുള്ള പരിപാടികളും യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലും പത്തനംതിട്ടയിലും NDA 2 മണ്ഡല കൺവെൻഷനുകളും തീരുമാനിച്ചിട്ടുണ്ട്. ഗീവർഗീസ് തന്നെ റിപ്പോർട്ട് ചെയ്തു, രാഹുൽ ഗാന്ധിയാണ് ഇനി വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ BDJSന് തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കി രാഹുൽ ഗാന്ധിയെ നേരിടണമെന്നുള്ള താല്പര്യം തന്നെയാണ് BDJSന് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയാകുക എങ്കിൽ BJPക്ക് തന്നെ സീറ്റ് വിട്ടു നൽകണമെന്ന ഒരു ആവശ്യം BDJSനോട് അത് ഉന്നയിക്കാൻ ഇന്ന് സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടോ?
അതോ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ വരും, അപ്പോൾ തീരുമാനം എന്ന തരത്തിൽ അതിനൊപ്പം ദൈർഘിപ്പിക്കാനുള്ള സാഹചര്യമാണോ വയനാടിനെ സംബന്ധിച്ചുണ്ടാവുക നേതൃയോഗത്തിൽ? നിലവിലെ സാധ്യതകൾ അങ്ങനെയാണ് കൽപ്പിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ തൃശ്ശൂരിലാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ വയനാട്ടിൽ BDJSന്റെ ആന്റോ എന്നൊരാളാണ് മത്സരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. ഇതേസമയം രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ തുഷാർ തന്നെ അവിടെ മത്സരിക്കുമെന്ന് BDJS ആവശ്യപ്പെട്ടാണ്. ഈ സാഹചര്യത്തിൽ BDJSന് കൊടുത്ത തൃശ്ശൂർ സീറ്റ് BJP തിരിച്ചു വാങ്ങുമെന്നും വ്യക്തമാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വയനാട് മണ്ഡലം BDJS തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ മത്സരിക്കണമെന്ന് BDJSന്റെ ആവശ്യമായിരുന്നു. അതേസമയം ശ്രീധരൻപിള്ളയുടെ ഇന്ന് പ്രസ്താവന പുറത്തു വന്നിരുന്നു. BDJSുമായി യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ തുഷാർ ഈ സാഹചര്യം മണ്ഡലം മാറുന്നതിനെ സംബന്ധിച്ച് സമ്മതം അറിയിച്ച് സംസാരിച്ചിരുന്നുവെന്നും സൂചനകൾ ശ്രീധരൻപിള്ള നൽകിയിരുന്നു. എന്ത് തന്നെയായാലും ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പട്ടിക പുറത്തു വന്നാൽ മാത്രമേ, അതായത് 10:30 സുർജേവാലയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടെന്ന് അറിയുന്നു. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വടകര, വയനാട് ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന മാത്രമേ ഇതിൽ BDJSന്റെ ഈ 2 സീറ്റുകളിലും വ്യക്തത വരികയുള്ളൂ. വിശദാംശങ്ങൾ നൽകിയത് ഗീവർഗീസ് ആണ്. BJPയുടെ നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചും വയനാട്ടിലെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിലുമെല്ലാം ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ഗീവർഗീസ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. യുവന്റെ ക്രമക്കേട് പുറത്ത്. പ്രളയ ദുരിതാശ്വാസ തുക പിരിച്ചതിലും യുവന്റെയിൽ വെട്ടിപ്പ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച തുക മറച്ചുവെച്ച് യുവനെ 32 ലക്ഷത്തിലധികം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്കായി പിരിച്ചത്. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചതാകട്ടെ 11 ലക്ഷം രൂപയും. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. രേഖകൾ പീപ്പിളിന് ലഭിച്ചു. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, യുവനയുടെ ഭാഗത്തു നിന്ന് വന്ന എന്തെല്ലാം ക്രമക്കേടുകളുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ, നമുക്കറിയാം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേട് അത് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണവും നടത്തിവരികയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ ക്രമക്കേടുകൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ, രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച തുക, അതിൽ വലിയ തരത്തിലുള്ള ഒരു വെട്ടിപ്പ് തന്നെയാണ് UNAയിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ പ്രളയത്തിൽ സഹായിക്കാൻ വേണ്ടി ദുരിതാശ്വാസത്തിന് വേണ്ടി 11 ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിച്ചതായാണ് അതിന്റെ ഭാരവാഹികൾ നഴ്സുമാരെ മെസ്സേജിലൂടെ, അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് 11 ലക്ഷം രൂപ ഈ രീതിയിൽ പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി നിങ്ങളിൽ നിന്നും ലെവി 320 രൂപ ലെവി പിരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവർ പിരിച്ചതാകട്ടെ 32 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ 20 ലക്ഷം രൂപ ഈ രീതിയിൽ അവർ ബാങ്കിലൂടെ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിക്കുന്നു. അതിനുശേഷം 36,000 രൂപ പിരിക്കുന്നു. തുടർന്ന് 1 ലക്ഷം രൂപ. ഇതിന് പുറമെയാണ് മറ്റൊരാളിൽ നിന്നും ഇതിലേക്ക് ഡൊണേഷനും സ്വീകരിച്ചിട്ടുണ്ട്. അത് 10 ലക്ഷം രൂപയാണ്. ഈ രീതിയിൽ 32 ലക്ഷം രൂപ പിരിക്കുകയും, പക്ഷേ അതിൽ ഈ തുക ഈ രീതിയിൽ തങ്ങൾ പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു പറയാൻ പോലും തയ്യാറാകാത്ത ഒരു നിലപാടായിരുന്നു ജാസ്മിൻ ഷാ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ലെറ്റർ ഹെഡും വ്യാജമായി ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, UNAയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷോബി ജോസഫ് ആണ്. പക്ഷേ ഇതിൽ ഈ സഹായം, ഡൊണേഷൻ സ്വീകരിച്ച ഈ ഒരു UNAയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ അതിൽ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ പേരായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാസ്മിൻ ഷായുടെ പേരാണ്. ജാസ്മിൻ ഷാ ദേശീയ പ്രസിഡന്റാണ്. ഈ രീതിയിൽ വ്യാജ ലെറ്റർ ഹെഡ് വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് UNAയുടെ തലപ്പത്തിരിക്കുന്നവർ എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇത്രയും വലിയ തുക പിരിച്ചിട്ടുകൂടി തങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കേവലം 11 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു നിലപാട് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പോലും ജാസ്മിൻ ഷാ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വരും ദിവസങ്ങളിൽ തങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ജാസ്മിൻ ഷാ നൽകിയിരുന്നത്. പക്ഷേ അത് വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആകെ ഇവർ പിരിച്ചത് 32 ലക്ഷം രൂപയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്.
വ്യക്തമാണ്. UNA ക്രമക്കേട് പുറത്തായിരിക്കുകയാണ്. പ്രളയ ദുരിതാശ്വാസ തുക പിരിച്ചത് 32 ലക്ഷമായിരുന്നു. എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ മാറ്റിവെക്കുന്നത് 11 ലക്ഷം മാത്രം. ക്രമക്കേടുകൾ നടത്തിയതിന്റെ രേഖകൾ പീപ്പിളിന് ലഭിച്ചു. വിശദാംശങ്ങൾ നൽകിയത് ഷീജയാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ BJP ക്യാമ്പ് നിശബ്ദമെന്ന മന്ത്രി തോമസ് ഐസക്. BJP UDF ധാരണ മറന്നേക്കിയെന്നും മരുന്നിന് പോലും BJP പ്രചരണമില്ലെന്നും തോമസ് ഐസക് ആരോപിച്ചു. കേരളത്തിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP UDF ധാരണയിൽപ്പെട്ട മണ്ഡലമാണ് കൊല്ലമെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് BJP സ്ഥാനാർത്ഥിയുടെ പേരിനു വേണ്ടിയുള്ള പ്രചരണം. RSS BJP അംഗങ്ങളായ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ചർച്ചകളാണ് നടക്കുന്നതെന്നും BJP തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ബോധപൂർവം പിന്നോക്കം പോകുന്നുവെന്നും മന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. വ്യാപകമായ പോസ്റ്റർ പ്രചരണം പോലും കാണാനില്ല. എന്തിന് BJPയുടെ ഒരു മണ്ഡലം സമ്മേളനത്തിൽ കാണുന്ന പ്രചരണം പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തില് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് BJP പിന്മാറിയ മട്ടാണ്. ഞാൻ കണ്ട ചില വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ റിപ്പോർട്ടുകളിൽ, അത് BJPയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും ചർച്ചകളും നടക്കുകയാണ്. ഞാൻ പങ്കെടുത്ത ബൂത്ത് യോഗങ്ങളിലെല്ലാം സാർവത്രികമായിട്ട് BJPയുടെ നല്ലൊരു ശതമാനം വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് മറിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുള്ള പ്രവണതയാണ് കാണുന്നത് എന്നുള്ള റിപ്പോർട്ടാണ്. മുത്തലാഖ് ബിൽ ഉൾപ്പെടെയുള്ള UDF സ്ഥാനാർത്ഥി ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ RSSനെ കുറ്റപ്പെടുത്താതെ സാങ്കേതികം മാത്രം പറഞ്ഞതും ദീർഘവീക്ഷണത്തോടെയുള്ള BJP പിന്തുണയ്ക്കായുള്ള നീക്കമാണെന്നും ഈ ബന്ധത്തിനുള്ള നന്ദി സൂചകമാണ് BJP ക്യാമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിശബ്ദമായതെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. ഇവിടെ നടന്നിട്ടുള്ള ചടങ്ങുകളിൽ സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കൂടി മോഡിയെ ക്ഷണിക്കുക, മോഡി ആ ക്ഷണം സ്വീകരിക്കുക, ഇതെല്ലാം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലൊരു അവിശുദ്ധ ബന്ധം കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനുള്ള വളരെ ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വേണം എന്ന് കരുതാൻ. മൊത്തത്തിൽ BJP ക്യാമ്പ് സമ്പൂർണ്ണ നിശബ്ദതയിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ BJPക്ക് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നല്ലൊരു പങ്ക് UDF സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്താൽ 1 ലക്ഷം വോട്ടുള്ള BJPക്ക് അത്രയുമോ അതിനു മുകളിലോ ലഭിക്കേണ്ടിടത്താണ് ദുർബല സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി BJPക്കാരെ പിന്നോട്ടടിപ്പിച്ച് തന്ത്രപരമായ BJP രഹസ്യധാരണ നീക്കം നടത്തി വോട്ടുകൾ മറിക്കാൻ ശ്രമിക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അയോധ്യ തർക്കഭൂമി കേസിലെ സുപ്രീംകോടതി ഉത്തരവിനെതിരെ നിർമോഹി അഖാര മാർച്ച് 8 ഭരണഘടനാ ബെഞ്ച് ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട നിർമോഹി അഖാര സുപ്രീംകോടതിയെ സമീപിച്ചു. അയോധ്യ കേസ് സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ ചർച്ച ഫൈസാബാദിൽ നിന്ന് ദില്ലിയിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മാറ്റണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. അയോധ്യ തർക്കഭൂമി കേസിൽ മധ്യസ്ഥ ചർച്ചാ സമിതിയിൽ വിരമിച്ച 2 സുപ്രീംകോടതി ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് നിർമോഹി അഖാര. വിശദാംശങ്ങൾ നൽകാൻ ഹരീഷ് ചേരുക. ഹരീഷ്, അയോധ്യ തർക്കഭൂമി കേസിൽ മാർച്ച് ആദ്യവാരം സുപ്രീംകോടതി ഇറക്കിയ ഉത്തരവിൽ എന്തെല്ലാം ഭേദഗതികൾ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നിർമോഹി അഖാര രംഗത്തെത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, കഴിഞ്ഞ മാർച്ച് 8 തീയതിയാണ് അയോധ്യ കേസിൽ നിർണായകമായ സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ആ ഉത്തരവ് പ്രകാരം തന്നെ മധ്യസ്ഥ ചർച്ചകളുടെ കാര്യങ്ങൾ പോട്ടെ, എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ ആ വിഷയം ഒത്തുതീർപ്പാക്കി തീർക്കണം എന്നൊരു കാര്യങ്ങളായിരുന്നു പ്രധാനമായി തന്നെ അന്ന് 5 അംഗ ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. അതിൽ തന്നെയാണ് ഇന്നിപ്പോ ചോദ്യം ചെയ്തുകൊണ്ട് ആ ഉത്തരവിലെ പല കാര്യങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കക്ഷിയായിരിക്കുന്ന നിർമോഹി അഖാര സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചത്. ഇന്നലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാനമായി തന്നെ 3 ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മാർച്ച് 8 ഭരണഘടനാ ബെഞ്ചിലെ വിധി പ്രകാരം പറയുന്നു 3 പേരെയായിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി, മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചത്. ആ 3 പേരിൽ തന്നെ ആ 3 പേർക്ക് കൂടുതൽ ആൾ വേണമെങ്കിൽ നിയോഗിക്കാം, കൂട്ടിച്ചേർക്കാം എന്നൊരു ഉത്തരവ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആരെയും കൂട്ടിച്ചേർക്കേണ്ട നിലപാടിലായിരുന്നു ഈ പറയുന്ന സമിതി മുന്നോട്ട് പോയത്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച 2 ജസ്റ്റിസുമാരെ കൂടി ഈ സമിതിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിർമോഹി അഖാര സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഫൈസാബാദ്
ഫൈസാബാദിൽ വെച്ചാണ് ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത്. അത് ഫൈസാബാദിൽ നിന്ന് മാറ്റണം. ഫൈസാബാദ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്, അയോധ്യക്ക് സമീപം തന്നെയാണ്. അവിടെ നിന്നത് മാറ്റി ദില്ലിയിലേക്ക് അല്ലെങ്കിൽ മറ്റു പ്രദേശത്തേക്ക് അത് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 25 പാർട്ടിയിലാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി ഈ പറയുന്ന മധ്യസ്ഥ സമിതി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. നാളെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിൽ നാളെയും മറ്റന്നാളും ചർച്ചകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് മാറ്റണം. ആ നടപടി ശരിയല്ല. നിർമോഹി അഖാര അതോടൊപ്പം സുന്നി വഖഫ് ബോർഡ് എന്നിവയെ നിജപ്പെടുത്തണം ഈ മധ്യസ്ഥ ചർച്ചകൾ എന്നൊരു ആവശ്യവും ഈ പറഞ്ഞ നിർമോഹി അഖാര സുപ്രീം കോടതി മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇനി എന്ന് കേസ് പരിഗണിക്കുമെന്നുള്ള കാര്യമൊന്നും തന്നെ വ്യക്തമല്ല. സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഇന്നലെയായിരുന്നു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. 1.5 നൂറ്റാണ്ട് കാലമായി നീറിപ്പോകുന്ന അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് നടത്താനുള്ള സമിതിയെ നിയോഗിച്ചത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് FM ഇബ്രാഹിം ഖലീഫുള്ള, ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകനും അതോടൊപ്പം തന്നെ നിരവധി കേസുകളിൽ തന്നെ ഒത്തുതീർപ്പോളം മധ്യ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച ശ്രീറാം പഞ്ചു എന്നിങ്ങനെ 3 പേരാണ് സംഘത്തിലുള്ളത്. മാർച്ച് 8-നാണ് സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. അന്ന് സുപ്രീം കോടതി പ്രധാനമായി തന്നെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഈ വിഷയങ്ങൾ ഒത്തുതീർപ്പാവുകയാണെങ്കിൽ ഒത്തുതീർപ്പാവട്ടെ, അതോടൊപ്പം തന്നെ ഈ വിഷയം ഒത്തുതീർപ്പിലേക്ക് വിടുന്നതും അതുപോലെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ശരിയായ നടപടി തന്നെയാണ്. അതിന് നിയമ തടസ്സങ്ങളൊന്നും തന്നെയില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ ഇന്ത്യ എന്ന ഒരു വലിയൊരു മതേതരത്വ രാഷ്ട്രത്തിന്റെ ഏറ്റവും നല്ല ഒരു നിലപാട് എന്നൊരു കാര്യം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 4 ആഴ്ചയ്ക്കകം പുരോഗതി റിപ്പോർട്ട് കോടതി സമർപ്പിക്കാൻ വേണ്ടി തന്നെ കോടതി അന്ന് ഉത്തരവിട്ടിരുന്നു. മാർച്ച് 8-ന് വിധി വന്ന് ഒരാഴ്ചയ്ക്ക് തന്നെ സമിതി യോഗം ചേർന്നത് പറഞ്ഞു. അതോടൊപ്പം തന്നെ മാർച്ച് 13 സമിതി ആദ്യ മധ്യ ചർച്ചകൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെ നടപടികളെല്ലാം തന്നെ വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തെന്നുള്ള കർശന നിർദ്ദേശവും സുപ്രീം കോടതി ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് മുഖാന്തരം തന്നെ വീഡിയോ പ്രകാരം എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും മധ്യ ചർച്ചകളിലൂടെ തന്നെ 1.5 നൂറ്റാണ്ട് കാലമായി നീറിപ്പോകുന്ന അയോധ്യ തർക്കഭൂമി കേസ് എങ്ങനെയും പരിഹാരം കാണട്ടെ എന്നൊരു നിരീക്ഷണത്തിലായിരുന്നു സുപ്രീം കോടതി എത്തിയത്. അപ്പൊ അതിനെ ഒരു ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി നിർമോഹി അഖാര സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമായി തന്നെ 3 ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ഹരീഷ്, അതോടൊപ്പം തന്നെ അയോധ്യ തർക്കഭൂമി കേസിൽ മധ്യസ്ഥ ചർച്ച സമിതിയിൽ നിന്ന് വിരമിച്ച 2 സുപ്രീം കോടതി ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് പിന്നിലെ യുക്തി നിർമോഹി അഖാര വെളിപ്പെടുത്തുന്നത് എന്താണ്? നിർമോഹി അഖാര പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ ഈ പറയുന്ന 3-അംഗ സമിതി നിയോഗിച്ച് സുപ്രീം കോടതി കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. സുപ്രീം കോടതി നമ്മൾ സ്വീകരിക്കുന്നു സുപ്രീം കോടതി ഉത്തരവ്. പക്ഷെ എന്തായാലും അത് ശരിയായ നടപടിയിലെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണം, ഒരു വിശാലമായ സമിതിയെ രൂപീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായി തന്നെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാവണമെങ്കിൽ തങ്ങളുമായി ഈ പറയുന്ന വിഷയം 2010 അലഹബാദ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിർമോഹി അഖാര, രാംലല്ല വിരാജ്മാൻ എന്നീ ഒരു സുന്നി വഖഫ് ബോർഡ് എന്നീ 3 പേർക്ക് 2.17 ഏക്കർ ഭൂമി തർക്കഭൂമി 3 വിഭജിച്ച് നൽകിയത്. ആ ഭൂമി തങ്ങൾക്ക് 3 പേർക്കാണ് വിഭജിച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 25 പാർട്ടികളൊന്നും തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി ക്ഷണിക്കേണ്ടതില്ല. തങ്ങളെ മാത്രം, അതായത് സുന്നി വഖഫ് ബോർഡിനെയും നിർമോഹി അഖാരയെ മാത്രം ഈ വിഷയത്തിൽ വിളിച്ച് ക്ഷണിച്ചാൽ മതി, തങ്ങളുമായി തന്നെയാണ് ചർച്ചകൾ നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിർമോഹി അഖാര മുന്നോട്ട് വെക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പ്രധാനമായി തന്നെ ഈ വിഷയത്തിൽ, കാരണം ഈ സമിതിയെ നിയോഗിച്ചതാണ്, കാരണം 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിശദമായി തന്നെ ഈ വിഷയത്തിൽ വാദം കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ തന്നെ ഒരു ചർച്ചകൾക്ക് സ്കോപ്പ് ഉണ്ട്, ചർച്ചകൾ വേണം എന്ന് നിലപാട് സ്വീകരിക്കുകയും അത് സമിതിക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമിതിക്ക് വേണ്ട ആളുകളെ നിർദ്ദേശിക്കാൻ അന്ന് തന്നെ കക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അന്ന് വൈകുന്നേരത്തിൽ തന്നെ ആരെല്ലാം വേണം മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയുള്ള സമിതി നിയോഗിക്കാൻ എന്നുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കക്ഷികളും പേരുകളും നിർദ്ദേശിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ അടക്കമുള്ള വ്യക്തികൾ ഈ വിഷയത്തിൽ സമിതി ഉൾപ്പെടുത്തും. പക്ഷെ അതിൽ തന്നെ ഇനി വിശാലമായ ഒരു ബെഞ്ച് വേണം. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള, അതായത് സുപ്രീം കോടതിയുടെ നിന്ന് വിരമിച്ച 2 ജസ്റ്റിസുമാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് നിർമോഹി അഖാര മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ സുപ്രീം കോടതി ഈ വിഷയത്തെ എങ്ങനെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിഷയമാണ്, അതുകൊണ്ട് സുപ്രീം കോടതി എങ്ങനെ ഇതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ ഇതിന്റെ ഒരു ലീഗൽ വശങ്ങൾ നോക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി വിട്ടതാണ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ട കമ്മിറ്റിക്ക് തീരുമാനിക്കാം എത്ര പേരെ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള അഭിഭാഷകരെ സമീപിക്കാം, അവരുടെ സഹായങ്ങൾ നേടാം എന്നെല്ലാം തന്നെ എല്ലാ തരത്തിലും ഒരു വിശാലമായ ബെഞ്ചിന് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് സർക്കാരിനോടും ഉത്തരവിട്ടു. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും ചർച്ചകൾക്ക് എന്തെല്ലാം തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നുള്ളതും പ്രധാനമായി തന്നെ ഈ സമിതിയുടെ 3-അംഗ സമിതിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ അധികം ഇടപെടാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താ ഇബ്രാഹിം ഖലീഫുള്ള, അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കർ, മുൻ അഭിഭാഷകനായ ശ്രീറാം പഞ്ചു എന്നിവ 3-അംഗ സമിതിയാണ് ഈ വിഷയത്തിൽ
മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നു. നാളെയും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന, വ്യക്തമാണ്. മാർച്ച് 8 അയോധ്യ തർക്കഭൂമി കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിലെ ഭേദഗതികൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് നിർമോഹി അഖാര വീണ്ടും ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വടകരയിൽ പ്രചരണം മുറുകുന്നു. LDF സ്ഥാനാർത്ഥി പി ജയരാജന് കുറ്റ്യാടി മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം. UDF സ്ഥാനാർത്ഥി കൊയിലാണ്ടിയിൽ പ്രചരണം നടത്തി. NDA സ്ഥാനാർത്ഥിയും വടകരയിൽ സജീവമാണ്. വേനൽ കടുക്കുമ്പോഴും സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ആബാലവൃദ്ധം ജനങ്ങളാണ് പി ജയരാജനെ സ്വീകരിക്കാനായി ഒഴുകിയെത്തുന്നത്. തിങ്കളാഴ്ച കുറ്റ്യാടി മണ്ഡലത്തിലെ എളമ്പിലാട് നിന്നാരംഭിച്ച പര്യടനം രാത്രിയോടെ നെട്ടൂരിൽ സമാപിച്ചു. തണ്ണീർപന്തലിൽ ചേർന്ന സ്വീകരണത്തിൽ യൂത്ത് ബ്രിഗേഡിന്റെ ഉദ്ഘാടനവും പി ജയരാജൻ നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഓരോ സ്വീകരണ കേന്ദ്രവും തെളിയിക്കുന്നത്. UDFും BJPയും എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തിയാലും LDFന് നല്ലൊരു വിജയം വടകര മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തിങ്കളാഴ്ച കൊയിലാണ്ടിയിൽ പര്യടനം നടത്തി. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമാണ് വോട്ടഭ്യർത്ഥിച്ചത്. വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. എല്ലാം ചോദിക്കേണ്ട സ്ഥലത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. സാധാരണ വോട്ടർമാർ വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പ്രചരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇരു മുന്നണികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം ചൂടുപിടിച്ച പ്രചരണത്തിലാണ്. മണ്ഡലത്തിൽ 2ാം അംഗത്തിനിറങ്ങിയ ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി പൊതുപര്യടനം തുടങ്ങിക്കഴിഞ്ഞു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. അതേസമയം അവസാനം കളത്തിലിറങ്ങിയ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് 2 ദിവസം മുൻപാണ് തുടക്കമായത്. മണ്ഡലത്തിലെ പ്രചാരണത്തിൽ ഏറെ മുൻപിലാണ് LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ ഇന്നസെന്റ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ടർമാരെ നേരിൽ കാണുകയാണിപ്പോൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഹൃദ്യമായ വരവേൽപ്പാണ് ഇന്നസെന്റിന് ലഭിക്കുന്നത്. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥന. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം കുടമായിരുന്നു എനിക്ക്, പക്ഷെ ഈ പ്രാവശ്യം കുടമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം. അതേസമയം വൈകി കളത്തിലിറങ്ങിയ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും മണ്ഡലത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തിരക്കിലാണ്. ആദ്യഘട്ട പ്രചാരണം ഉടൻ പൂർത്തിയാക്കി അടുത്ത മാസം 1 മുതൽ പൊതുപര്യടനം തുടങ്ങാനാണ് UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തങ്ങളെന്ന് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പറഞ്ഞു. സാധാരണഗതി ചാലക്കുടി പണ്ട് തൊട്ടേ ഒരു UDF കോൺഗ്രസ് വിജയിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു, ഈ പ്രാവശ്യം അത് വീണ്ടെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ സജീവമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനിടെ ഏറ്റവും ഒടുവിൽ മത്സര ചിത്രത്തിലേക്ക് എത്തിയ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDF സ്ഥാനാർത്ഥിയും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF സ്ഥാനാർത്ഥിയും തീവ്ര പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. അതേസമയം നില മെച്ചപ്പെടുത്താൻ BJP സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ സജീവമാണ്. ചാലക്കുടിയിൽ നിന്നും KM ഉമേഷ്. മലപ്പുറം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി VP സാനു 2 തവണ മണ്ഡല പര്യടനം പൂർത്തിയാക്കി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യഘട്ട പര്യടനവും കൺവെൻഷനുകളും തുടരുകയാണ്. BJP, SDPI, PDP സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. 1,42,000 പുതിയ വോട്ടർമാരാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇടതു സ്ഥാനാർത്ഥി VP സാനുവിന്റെ കണ്ണ് ഈ പുതിയ വോട്ടുകളിലാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, വളരെ ആവേശപൂർവ്വമാണ്. അവരിൽ ഒരാൾ എന്നുള്ളതല്ല, അവര് തന്നെയാണ്, ഞാൻ തന്നെയാണ് അവർ തന്നെയാണ് ഞാൻ എന്നുള്ള നിലയിലാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. സാനു കൺവെൻഷനുകളും 2 തവണ മണ്ഡല പര്യടനവും പൂർത്തീകരിച്ച് പ്രചരണത്തിൽ ഏറെ മുന്നോട്ടു പോയി. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യം. പ്രചരണമൊക്കെ അതിന്റെ രീതിക്ക് നടക്കും. പ്രചരണത്തിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. ജനങ്ങളുടെ മൂഡ് ഈ 2 ഗവൺമെന്റിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു UDF
വേവ് പ്രതീക്ഷിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ SDPI സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൾ മജീദ് ഫൈസിയും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തറും കളത്തിലിറങ്ങി കഴിഞ്ഞു. വി ഉണ്ണികൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ഇരവിപുരം മണ്ഡലത്തിലെ മയ്യനാട് പഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഇരവിപുരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. BJP സ്ഥാനാർത്ഥി KV സാബു ചടയമംഗലത്ത് പര്യടനം നടത്തി. വിദേശ മലയാളികളും സർക്കാർ ജീവനക്കാരും ഏറെയുള്ള കൊല്ലം മയ്യനാട് പഞ്ചായത്തിൽ രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നിരത്തിയുമായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം. രാഷ്ട്രീയ വഞ്ചന നടത്തി ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തെ ഒറ്റിയവർ ആരാണെന്ന് കൊല്ലത്തെ രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അറിയാമെന്ന് BJP CPM ബന്ധം ആരോപിച്ച പ്രേമചന്ദ്രന് KN ബാലഗോപാലിന്റെ ചുട്ട മറുപടി. ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ BJPയുടെ നിലപാടിനെതിരെ ശക്തമായി തുറന്നെതിർത്ത് എപ്പോഴും എന്നും എതിർക്കുന്ന അവരുടെ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെയും ഇടതുപക്ഷ മുന്നണിയും UDFും തമ്മിലുള്ള മത്സരത്തിനകത്ത് ഞങ്ങൾ വ്യക്തികളെ അല്ല, ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത്. എന്തായാലും 4-5 മണ്ഡലങ്ങളിൽ UDFും BJPയും തമ്മിലൊരു ധാരണയുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ വരുന്നത്. ജനങ്ങൾ വളരെ ഇക്കാര്യത്തെ സംബന്ധിച്ചൊക്കെ അവെയർ ആയിരിക്കും, അവർ നല്ല ധാരണയുള്ളവരായിരിക്കും, അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയം ഈ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് അബദ്ധത്തിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. കൊല്ലത്തെ ദുർബലനായ BJP സ്ഥാനാർത്ഥി UDF BJP ബന്ധത്തിന്റെ തെളിവാണെന്ന ആരോപണത്തിന് പ്രേമചന്ദ്രന്റെ തിരിച്ചുള്ള ആരോപണം CPMും BJPയുമായാണ് ബന്ധമെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. വലിയ അസഹിഷ്ണുത CPM പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പരോക്ഷമായി BJPയെ സഹായിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അപകീർത്തികരമായി ചിത്രീകരിക്കുകയും എതിർക്കുന്നത് രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിന്റെ രാഷ്ട്രീയവും CPMന്റെ രാഷ്ട്രീയവും വേറെയാണ്. കേരളത്തിൽ മത്സരിക്കുന്നവരാണ്. ആ എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ ഇട്ട് അദ്ദേഹത്തെ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും BJPയെ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ BJP സ്ഥാനാർത്ഥി KV സാബു ആരോപണങ്ങൾക്ക് ജനങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളുമെന്ന നിലപാടിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുന്നണി സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ശക്തമായി. എന്നാൽ പ്രചരണ രംഗത്ത് LDF ഏറെ മുന്നിലാണ്. 3ാം വട്ട പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 3ാം വട്ട പ്രചാരണത്തിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. പ്രചാരണ പ്രവർത്തനങ്ങളിൽ മറ്റ് 2 മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് LDF. വിജയം ആവർത്തിക്കുകയാണ് LDF ലക്ഷ്യം. LDFന് പുറത്തുള്ളവരുടെ വോട്ട് കൂടി ലഭിച്ച് ഇത്തവണ ചരിത്ര വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDF യഥാർത്ഥത്തിൽ നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFന് പുറത്തുള്ള മത ജനാധിപത്യ വിശ്വാസികളും നല്ല നിലയിൽ തന്നെ LDFനെ പിന്താങ്ങുന്ന സ്ഥിതിയാണ് ഓരോ ദിവസം കഴിയുന്നതോറും തെളിഞ്ഞു വരുന്നത്. അഡ്വക്കേറ്റ് സുബയ്യറിയെ തഴഞ്ഞ് മത്സരരംഗത്തിറങ്ങിയ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ഉന്നത ഇടപെടലിനെ തുടർന്ന് കലാപമൊതുക്കി പ്രചാരണ രംഗത്തിറങ്ങിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ശുഭാപ്തി വിശ്വാസത്തിലാണ്. എന്റെ ഒരു വരവോടുകൂടി തന്നെ ഇടതുപക്ഷ മുന്നണി ഒരാഴ്ച മുമ്പിലായിരുന്നെങ്കിൽ ഞാനും ഒപ്പമെത്തി. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. ഏറ്റവും ഒടുവിൽ പ്രചാരണ രംഗത്തിറങ്ങിയത് NDAയിലെ BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറാണ്. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളും വിശ്വാസ സംരക്ഷണ പ്രശ്നങ്ങളും വിജയമുറപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് രവീശ തന്ത്രി. നരേന്ദ്രമോദിജിയുടെ ഭരണമുന്നേറ്റവും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചു എന്നുള്ള നിലപാട് ഈ വിഷയങ്ങൾ അനുകൂലമാവുന്നത് NDAക്കാവുമ്പോൾ ഞങ്ങൾക്ക് UDF ഒരു പ്രശ്നമല്ല. കാസർഗോഡ് പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. എന്നാൽ BJPയുടെ സജീവ സാന്നിധ്യവുമുണ്ട്. ചുവപ്പ് കോട്ടയെന്നറിയപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മണ്ഡലത്തെ വീണ്ടും ചുവപ്പിക്കുകയാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ലക്ഷ്യം. എന്നാൽ ഈ ചുവപ്പ് കോട്ടയെ ത്രിവർണ്ണ കോട്ടയാക്കി മാറ്റുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലക്ഷ്യമിടുന്നത്. വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് സാന്നിധ്യം വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രവീശ തന്ത്രി കുണ്ടാറും പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. ഈ മാസം 28 വരെ ചൂട് ക്രമാതീതമായി കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ചുട്ടുപൊള്ളുന്ന വെയിലിനെ നേരിടാനും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനും കനത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
വേനൽ മഴ അകന്നു നിൽക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണമായത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഈ മാസം 28 വരെ കടുത്ത ജാഗ്രത പുലർത്തണം. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി വരെയും നാളെയും മറ്റന്നാളും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. 28-ാം തീയതി വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പകൽ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ നേരിടാൻ കനത്ത ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. നിർജ്ജലീകരണം ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കണം. പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ കുട ഉപയോഗിക്കുക. കൂടാതെ സംഭാരം, നാരങ്ങാവെള്ളം, കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, ജ്യൂസ് എന്നിവ കുടിക്കുക. ഒപ്പം തന്നെ കുടിക്കുന്ന വെള്ളം നല്ലതാണെന്നും ഉറപ്പുവരുത്തുക. കനത്ത ചൂടിൽ ബൈക്ക് യാത്ര ഒഴിവാക്കുക. ക്ഷീണം ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം ഉടൻ തേടുക. സൂര്യാഘാതത്തിന് പുറമെ സാംക്രമിക രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതിനെതിരെയും കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ 37ാമത് ഷോറൂം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ടൌൺ ഹാളിന് സമീപം 3 നിലകളിലായാണ് പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ, പിട്ടാപ്പള്ളി ഗ്രൂപ്പ് ചെയർമാൻ PP ഔസേപ്പ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പള്ളി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളി, അടിമാലി സെന്റ് ജൂഡ് പള്ളി സഹവികാരി ഫാദർ ജോൺ ഊരോത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഒരുക്കിയിട്ടുള്ളത്.